Hi everyone, welcome back to Learningo. In this video, we will discuss Key Maths Unit 4 Statistics based MCQs. So, this is the main topics statistics and probability. Let us start. First question. The mean deviation of the data 3, 10, 10, 4, 7, 10, 5 from the mean is. അപ്പോൾ mean deviation about mean ആണ് കാണേണ്ടത്. Options A2, B 2.57, C3, D 3.75. Correct answer option B ആണ് 2.57. അപ്പോൾ explanation നോക്കൂ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട് നമുക്കറിയാം 7 ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലേ ഇനി മീൻ വാല്യൂ കണ്ടുപിടിക്കണം ആദ്യം തന്നെ കാരണം മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം മീൻ വാല്യൂ അറിയണം ദാറ്റ് ഈസ് x bar equal to sum of all the observations divided by total number of observations. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ ഓരോ ഒബ്സർവേഷൻസും ആഡ് ചെയ്യാം ഡിവൈഡഡ് ബൈ n ചെയ്യുക 7 which is equal to 7 നമുക്ക് അപ്പോൾ x ബാറിന്റെ വാല്യൂ 7 കിട്ടി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണണം അതിനുള്ള ഫോർമുലയാണ് 1 by n അതായത് 1 divided by total number of observations into summation of mean deviation about mean അതായത് modulus of x minus x bar ഇതാണ് mean deviation from mean. This is equal to അപ്പോൾ നമുക്ക് ഓരോന്നിന്റെയും x ബാറിൽ നിന്നുള്ള ഡീവിയേഷൻ അപ്പോൾ സപ്പോസ് ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ് അപ്പോൾ 3 മൈനസ് 7 എത്രയാ -4 ആണ് അപ്പോൾ നമ്മൾ ഇവിടെ മൈനസ് ടേംസ് കൺസിഡർ അതായത് നെഗറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യേണ്ട അത് ഡിസ്കാർഡ് ചെയ്യാം ജസ്റ്റ് ആ പോസിറ്റീവ് വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്യാം അപ്പോൾ 3 മൈനസ് 7 നമ്മൾ 4 എടുക്കുക 10 മൈനസ് 7 3 again 4 മൈനസ് 7 3 then 7 മൈനസ് 7 0 then 10 minus 7 3 5 minus 7 2 അങ്ങനെ സോ ആ ഒരു ഡീവിയേഷൻ അതെല്ലാം കൂടി ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 7 ചെയ്യാം അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 2.57 ആണ് ആൻസർ കിട്ടും. Second question, the standard deviation for the first 10 natural numbers is options A 5.5, B 3.87, C 2.97, D 2.87. Correct answer option D 2.87 ആണ്. അപ്പോൾ ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് 1 ബൈ 12 ഇതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻസിലും നമുക്ക് ഈ ഫോർമുല ആപ്ലിക്കബിൾ ആണ് അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കാം. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് n അപ്പോൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 10 natural numbers അല്ല അപ്പോൾ n ന്റെ വാല്യൂ 10 ആണ് സോ റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 12 അത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക റൂട്ട് 99 ബൈ 12 കിട്ടും ദാറ്റ് ഈസ് റൂട്ട് 8.25 അതായത് 2.87 ആണ് ആൻസർ. Next question, if the mean of 100 observations is 50 and their standard deviations is 5 then the sum of all squares of all the observations is അതായത് 100 ഒബ്സർവേഷൻസിന്റെ മീൻ വാല്യൂ 50 തന്നിട്ടുണ്ട് കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സ്ക്വയർസ് ഓഫ് ഓൾ ഒബ്സർവേഷൻസിന്റെ സമ്മ് നമുക്ക് കാണാം. സോ ഓപ്ഷൻസ് എ 50,000, ബി 2,50,000, സി 2,52,500 ആൻഡ് ഡി 2,55,000. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 2,52,500. സോ ഇവിടെ വാല്യൂസ് നോക്കിയാൽ തന്നെ അറിയാം അതായത് 25,500, 25,500 അങ്ങനെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗെസ്സിങ് പോലെയും ചെയ്യാൻ പറ്റില്ല എക്സാക്ട് വാല്യൂ തന്നെ അറിയണം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ഡാറ്റ നമുക്ക് നോക്കാം അതായത് മീൻ വാല്യൂ തന്നിട്ടുണ്ട് 50 അപ്പോൾ എക്സ് ബാർ 50 എന്ന് കിട്ടി 100 ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് n equal to 100. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സിഗ്മയാണ് ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ is equal to 5 എന്നും തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് സിഗ്മ എക്സ് ഐ സ്ക്വയർ ആണ് അതായത് സമ്മേഷൻ ഓഫ് സ്ക്വയർസ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ആണ് ദാറ്റ് ഈസ് സിഗ്മ എക്സ് ഐ സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് ബാർ നമുക്ക് കാണാം എക്സ് ബാർ എന്താ സിഗ്മ എക്സ് ഐ ബൈ എൻ ആണ് അപ്പൊ ഇവിടെ 50 is equal to അതായത് എക്സ് ബാർ നമുക്ക് ഓൾറെഡി അറിയാം അതായത് എക്സ് ബാർ നമുക്ക് അറിയാം 50 ആണ് വാല്യൂ സിഗ്മ എക്സ് ഐ നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ കാരണം നമുക്ക് എന്നും അറിയാം എക്സ് ബാർ അറിയാം അപ്പോൾ സിഗ്മ എക്സ് ഐ കണ്ടുപിടിക്കാം 50 is equal to ഇനി സിഗ്മ എക്സ് ഐ ബൈ 100 അതായത് ഇതിന്റെ ആവശ്യമില്ല ഓക്കെ 50 is equal to സിഗ്മ എക്സ് ഐ ബൈ 100 അപ്പോൾ ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ സിഗ്മ എക്സ് ഐ എന്താ കിട്ടുക 5,000 കിട്ടും. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല യൂസ് ചെയ്യാം സിഗ്മ is equal to സ്ക്വയർ റൂട്ട് ഓഫ്
sigma xi square by n minus sigma xi by n whole square. Clear ആയല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് സിഗ്മയുടെ വാല്യൂ നമുക്കറിയാം. ഈ സ്ക്വയർ റൂട്ട് റിമൂവ് ചെയ്യുക ആദ്യം തന്നെ. അപ്പോൾ LHS and RHS സ്ക്വയർ ചെയ്തു. സോ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു അഗെയിൻ RHS ടേം എന്താ സ്ക്വയർ റൂട്ട് നെഗ്ലക്റ്റഡ് ആയി. നെക്സ്റ്റ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. സിഗ്മ 5 ആണെങ്കിൽ സിഗ്മ സ്ക്വയർ 25 ഇസ് ഈക്വൽ ടു നമുക്ക് ആവശ്യമുള്ള ടേം എന്താ സിഗ്മ എക്സ് ഐ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം. സിഗ്മ എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് എന്താ 100, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് എക്സ് ബാർ സ്ക്വയർ, അതായത് ഈ സിഗ്മ എക്സ് ഐ ബൈ n എന്താ അത് എക്സ് ബാർ തന്നെയല്ലേ. സോ അതിന്റെ സ്ക്വയർ പറഞ്ഞാൽ എക്സ് ബാർ സ്ക്വയർ ആണ്. എക്സ് ബാർ നമുക്ക് ഓൾറെഡി അറിയാം 50, സോ 50 സ്ക്വയർ. ഇതിൽ നിന്ന് സിഗ്മ എക്സ് ഐ സ്ക്വയർ LHS ആക്കിയിട്ട് നമ്മളത് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 25 is equal to sigma xi square by 100 minus 50 square എത്രയാ 2500. ഇനി ഈ 2500 25ന്റെ സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ 25 plus 2500 ആവും. ദാറ്റ് ഈസ് 2525 is equal to sigma xi square by 100. ഇനി ഈ 100 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ sigma xi square കിട്ടും. ദാറ്റ് ഈസ് 2,52,500. Next question. When tested, the lives in hours of 5 bulbs were noted as follows. അതായത് 5 bulbsന്റെ in terms of hours life of bulbs ൽ നമ്മൾ എത്രത്തോളം അത് വർക്ക് ചെയ്യുന്നുള്ളത്. സോ അത് നമ്മൾ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ ആണ് 1357 1090 1666 1494 1623. The mean deviation in hours from their mean is. അപ്പോൾ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വാല്യൂസ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 178, B 179, C 220, D 356. ഓൾ ഇൻ ടേംസ് ഓഫ് അവേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കാം. അതായത് നമുക്ക് മീൻ വാല്യൂ. സോ ഇതെല്ലാം ആഡ് ചെയ്യാം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബൾബ്സ് എത്ര 5. അതിൽ നിന്ന് 1446 വാല്യൂ കിട്ടും. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ടാബ്ലർ കോളം വരയ്ക്കുക. അതിൽ ഒബ്സർവേഷൻസ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്, ഡീവിയേഷൻ കണ്ടുപിടിക്കാലോ. എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കണം. ഓരോ ഒബ്സർവേഷൻ മീൻ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അതിൽ നിന്നുള്ള ഡീവിയേഷൻ, അതിന്റെ മോഡുലസ് വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് സൈൻ ഡിസ്കാർഡ് ചെയ്യാം. So 1357 minus 1446 89, 1090 minus 1446 356, etc. corresponding deviation കാണാം. Okay, last one 1623 minus 1446 177 കിട്ടും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ഓക്കെ, മീൻ ഡീവിയേഷൻ DI എല്ലാം കൂടി ടോട്ടൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 890 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മീൻ ഡീവിയേഷൻ എന്നുള്ളത് സിഗ്മ DI by n ആണ്. ഇപ്പൊ കിട്ടിയ ടോട്ടൽ ഡീവിയേഷൻ അല്ലേ, അത് ഡിവൈഡഡ് ബൈ n, ദാറ്റ് ഇസ് 5. അപ്പോൾ 890 by 5, ദാറ്റ് ഇസ് 178 hours ആണ് മീൻ ഡീവിയേഷൻസ് ഫ്രം their mean in hours. Okay. Next question. The coefficient of variation of two distributions are 50% and 60% and their arithmetic means are 30 and 25 respectively. The difference in their standard deviation is. അപ്പോൾ രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് ആണുണ്ട്. അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ 50%ഉം 60% ആണ്. ഫസ്റ്റ് വൺ 50%, സെക്കൻഡ് വൺ 60%. കറസ്പോണ്ടിങ് അരിത്മെറ്റിക് മീൻസും തന്നിട്ടുണ്ട് 30, 25. അങ്ങനെയാണെങ്കിൽ രണ്ട് ഡിസ്ട്രിബ്യൂഷൻസിന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് A 0, B 1, C 1.5, D 2.5. കറക്റ്റ് ആൻസർ A ആണ്, 0 ആണ് കിട്ടുക. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കൂ. അതായത് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ CV1 ആയിട്ട് കൺസിഡർ ചെയ്യാം, അത് ഈക്വൽ ടു 50. നെക്സ്റ്റ് സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ CV2 60 തന്നത് പെർസെന്റേജ് വാല്യൂ ആണ്. അപ്പോൾ 50 60 ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ്. നെക്സ്റ്റ് അരിത്മെറ്റിക് മീൻ ഓഫ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് മീൻ വാല്യൂ അല്ല, അപ്പൊ x1 ബാർ കൺസിഡർ ചെയ്യാം, 30 തന്നിട്ടുണ്ട്. അതേപോലെ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ x2 ബാർ 25 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഫോർമുല യൂസ് ചെയ്യാം. അതായത് സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. സിഗ്മ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, എക്സ് ബാർ മീനും ആണ്. അപ്പോൾ CV1 ഓരോ ഡിസ്ട്രിബ്യൂഷന്റെ സെപ്പറേറ്റ് കാണാം. CV1 is equal to sigma 1 by x1 bar into 100. സിഗ്മ 1 നമുക്ക് അറിയില്ല, നമുക്ക് സിഗ്മ 1 ഉം സിഗ്മ 2 ആണ് കാണേണ്ടത്. ബാക്കി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സിഗ്മ 1 by 30 into 100. ഇതിൽ നിന്ന് സിഗ്മ 1ന്റെ വാല്യൂ 15 കിട്ടും. സിമിലർലി CV2 കൺസിഡർ ചെയ്യാം, സിഗ്മ 2 by x2 bar into 100. അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 60 is equal to sigma 2 by 25 into 100.
അപ്പോൾ ഓൾറെഡി നമ്മൾ CV1 CV2 കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഫോർമുല ഓൾറെഡി ഇൻറ്റു 100 ടേംസിൽ, അതായത് പെർസെൻറ്റേജ് ടേംസിലാണ് തരുന്നത്. അതുകൊണ്ടാണ് 60% എന്ന് പറയുന്നത് 60/100 എടുക്കാത്തത്. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. എഗെയിൻ ഇവിടെ 60/100 അല്ലെങ്കിൽ 50/100 അങ്ങനെ എടുക്കാൻ പാടില്ല. ക്ലിയർ ആയോ? ജസ്റ്റ് ആ പെർസെൻറ്റേജ് വാല്യൂ 60 ആണെന്നുണ്ടെങ്കിൽ 60, 50 ആണെങ്കിൽ 50 അത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഗെയിൻ ബൈ 100 എടുക്കരുത്. Now 60 is equal to sigma 2 by 25 into 100. So sigma 2 is equal to just cross multiply cheya 60 into 25 by 100. 100 denominator lo povum, adu 15 kittum. So we got the same value for sigma 1 and sigma 2. appo adinte difference endayirikkum 15 minus 15, that is 0. Next question, calculate the coefficient of variation from the following data. അപ്പോൾ നമുക്കൊരു ടാബുലർ ഫോം തന്നിട്ടുണ്ട്, വേരിയബിൾസും ഫ്രീക്വൻസീസും. ഓക്കെ, വേരിയബിൾ ഇപ്പോൾ എക്സ് ആണെങ്കിൽ എക്സ്, അതിന് കറസ്പോണ്ടിങ് എഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 10 കറസ്പോണ്ടിങ് 6, then 20, 30, 40, etc. 70, 8, 16, 15, 32, 11, 12. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 20.24, B 37.34, C 28.32, D 31.56. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 37.34. എക്സ്പ്ലനേഷൻ നോക്കൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന വേരിയബിൾ എക്സ്, ആ കറസ്പോണ്ടിങ് ടാബുലർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. എക്സിന്റെ കോളം, അഗെയിൻ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എഫ്, അതിന്റെ കോളം സെക്കൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ആ രണ്ടിന്റെയും പ്രോഡക്റ്റ് എഫ് ഇൻറ്റു എക്സ്, അത് തേർഡ് കോളം. ദെൻ നെക്സ്റ്റ് വൺ ഡീവിയേഷൻ എക്സ് മൈനസ് എക്സ് ബാർ. ഓക്കെ, അതാണ് സ്മോൾ, ഇവിടെ സ്മോൾ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ അതും കൺസിഡർ ചെയ്യാം നെക്സ്റ്റ് കോളം. അഗെയിൻ എക്സ് സ്ക്വയറും എഫ് എക്സ് സ്ക്വയറും കൺസിഡർ ചെയ്യാം, കാരണം നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും എഫ് എക്സ് സ്ക്വയർ നമുക്ക് ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് ബാർ മീൻ വാല്യൂ അറിയണം. എന്ത് ചെയ്യണം? ഇപ്പോൾ എഫും എക്സും തന്നിട്ടുണ്ടെങ്കിൽ എഫ് ഐ ഇൻറ്റു എക്സ് ഐ, അതായത് എഫ് ഇൻറ്റു എക്സ് അതറിയണമല്ലോ, അതിൻ്റെ സമ്മേഷൻ. അപ്പോൾ ഇവിടെ 6 ഇൻറ്റു 10 60, 20 ഇൻറ്റു 8 160, എക്സെട്ര 70 ഇൻറ്റു 12 840. അപ്പോൾ ടോട്ടൽ എഫ് എക്സ് സം സിഗ്മ എഫ് എക്സ് എന്താവും 4400 കിട്ടും. നെക്സ്റ്റ് സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് നമുക്കറിയണം. സോ സെക്കൻഡ് കോളം ഫുൾ ടോട്ടൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 100 കിട്ടും. സോ 4400 ഡിവൈഡ് ബൈ 100 അതാണ് എക്സ് ബാർ, അതായത് 44 ആണ് മീൻ വാല്യൂ കിട്ടിയത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഫോർമുല അറിഞ്ഞിരിക്കണം, സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഇതിൽ നമുക്ക് സിഗ്മ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ചെയ്തത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആദ്യം കാണാം. അതിന് നമുക്ക് ആദ്യം തന്നെ മീൻ വാല്യൂ അതേപോലെ എഫ് എക്സും എല്ലാം വേണമായിരുന്നു, അത് ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു. സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ അതെന്ന് പറയുന്നത് 27,000 ആണ്, ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്താ 100 ആണ്. ക്ലിയർ ആയല്ലോ? എഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ അറിയാലോ. ആദ്യം തന്നെ നമ്മൾ എക്സ് കിട്ടി, ആ ഡീവിയേഷൻ വാല്യൂ. ഓക്കെ, എക്സ് മൈനസ് എക്സ് ബാർ ആണ്, അതായത് എക്സ് എന്ന് പറയുന്നത് 10, ഇനി എക്സ് ബാർ എന്ന് പറയുന്നത് 44 ആണ്. അപ്പോൾ 10 മൈനസ് 44 മൈനസ് 34. നമ്മൾ ജസ്റ്റ് മോഡുലസ് വാല്യൂസ് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ മോഡുലസ് ഇവിടെ എഴുതിയിട്ടില്ല എന്നുള്ളൂ, സാധാരണ നമ്മൾ മോഡുലസ് വാല്യൂസ് ആണ് എഴുതുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്ലസ് ആയിട്ട് എഴുതിയാലും തെറ്റില്ല. ഇനി ഇതിന്റെ സ്ക്വയർ അതാണ് നെക്സ്റ്റ് കോളം എക്സ് സ്ക്വയർ. എഗെയിൻ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ, അതായത് എഫിന്റെ കറസ്പോണ്ടിങ് ടേംസും എക്സ് സ്ക്വയറിന്റെ ടേംസും പ്രോഡക്റ്റ് ചെയ്തിട്ട് അതാണ് നമുക്ക് ലാസ്റ്റ് കോളം. അപ്പോൾ കറസ്പോണ്ടിങ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ത് കിട്ടും? ലാസ്റ്റ് കോളം ആഡ് ചെയ്താൽ 27,000 കിട്ടും. അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 27,000 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഓൾറെഡി 100 നമുക്ക് കിട്ടിയിരുന്നു. സോ 16.43 കിട്ടും സിഗ്മ. നെക്സ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനിൽ സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100ൽ 16.43 ബൈ 44 ഇൻറ്റു 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 37.34 ആണ് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ ഫോർ ദ ഡാറ്റ 4, 7, 8, 9, 10, 12, 13, 17. ഓക്കെ, ഓപ്ഷൻസ് A 3, B 5, C 2.87, D 6.3. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ദാറ്റ് ഇസ് 3. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പ്ലനേഷൻ നമുക്ക് ആദ്യം തന്നെ ടാബുലർ കോളത്തിൽ എക്സ് ഐ കറസ്പോണ്ടിങ് തന്നിരിക്കുന്ന ഡാറ്റ വാല്യൂസ് ഒബ്സർവേഷൻസ് എഴുതാം. 4, 7, 8, 9, 10, 12, 13, 17. ഇനി ഇതിന് കറസ്പോണ്ടിങ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാം, മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. അതിന് എക്സ് ബാർ നമുക്ക് അറിയണം. അപ്പോൾ എന്ത് ചെയ്യണം? സിഗ്മ എക്സ് ഐ കാണാം, ടോട്ടൽ വാല്യൂസ് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയുണ്ട്? 8 ആണ്. സോ 80 by 8 10 വാല്യൂ കിട്ടും. ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുകൂടെ? സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ, അതായത് ഇത് മീൻ ഡീവിയേഷൻ ഡി ഐ ആണ് ഈ വാല്യൂ. ഓക്കെ,
മീൻ ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് സിഗ്മ ഡി ഐ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ സിഗ്മ ഡി ഐ എന്ന് പറയുന്നത് ഇതിന്റെ സം ടോട്ടൽ ആണ്. സോ ദാറ്റ് ഈസ് 24. അപ്പോൾ 24 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 8 ആണ്. ദാറ്റ് ഈസ് 3 ആണ് ആൻസർ. Next question. Calculate the mean deviation about the median of the following observation: 38, 70, 48, 34, 63, 42, 55, 44, 53 and 47. Mean deviation about mean അല്ലെങ്കിൽ median ആണ് ചോദിക്കാറ്. അത് ക്വസ്റ്റ്യനിൽ കെയർഫുൾ ആയി വായിക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് about median ആണ്. So first of all, options തന്നിരിക്കുന്നത് A 7.5, B 5.2, C 6.8, D 8.4. Correct answer option D ആണ് 8.4. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് എന്താ? തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഒബ്സർവേഷനിലെ അതിന്റെ മിഡിൽ വാല്യൂ ആണ് മീഡിയൻ. സോ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം 34 എൻഡിങ് അറ്റ് 70. ഇനി ഇതിന്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്താ? ഈവൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് രണ്ട് വാല്യൂസിന്റെ സം ഡിവൈഡ് ബൈ അതിന്റെ ആവറേജ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ 47 ആൻഡ് 48 ഇതിന്റെ ആവറേജ് ആയിരിക്കും മിഡിൽ വാല്യൂ. അപ്പോൾ 47 പ്ലസ് 48/2 ദാറ്റ് ഈസ് 47.5 ആണ് മീഡിയൻ. ഇനി നമുക്ക് ഡീവിയേഷൻ കാണാം. ഇവിടെ ഡീവിയേഷൻ എന്താ വരിക? മോഡുലസ് എക്സ് മൈനസ് മീഡിയൻ ആണ് വരിക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എബൌട്ട് മീൻ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എക്സ് ബാർ വരും. ഇവിടെ ഇപ്പോൾ മീഡിയൻ ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് മീഡിയൻ ആണ് വരിക. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാ? 10 ആണ്. സോ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓരോ വാല്യൂസും ഡിഫറൻസ് കാണാം. ഈ ഡീവിയേഷൻ കാണാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 34 ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഓക്കെ ഇപ്പോൾ 38 ആണെങ്കിൽ 38 മൈനസ് 47.5 അതിന്റെ മോഡുലസ് വാല്യൂ എടുക്കാം 9.5. ഓക്കെ, അങ്ങനെ ഓരോന്നും. ഇപ്പൊ ഇവിടെ കറസ്പോണ്ടിങ് ആ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസിലെ ആ ഓർഡറിലാണ് ഇവിടെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഓർഡർ നമ്മൾ ജസ്റ്റ് മീഡിയന്റെ വാല്യൂ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും അസെൻഡിങ് ഓർഡറിൽ ആദ്യം അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ഈവൺ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നമുക്കറിയാം രണ്ട് വാല്യൂസ് സെന്റർ രണ്ട് വാല്യൂസിന്റെ ആവറേജ് എടുക്കുക. ഓഡ് ആണെങ്കിൽ എക്സാക്ട്ലി ആ മിഡിൽ വാല്യൂ കൺസിഡർ ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ കൺഫ്യൂഷൻ ഇല്ല. സോ ഈ ഡീവിയേഷൻസ് എല്ലാം ആഡ് ചെയ്തു. ഇപ്പോൾ ഓരോന്നും മൈനസ് ചെയ്ത് കാണിച്ചിട്ടില്ല. ലാസ്റ്റ് വൺ 47 മൈനസ് 47.5 ദാറ്റ് ഇസ് 0.5. അങ്ങനെ എല്ലാത്തിൻ്റെയും സം ചെയ്യുക, ഡിവൈഡ് ബൈ 10 ചെയ്യുക. ദാറ്റ് ഇസ് 84/10 8.4 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The variance of 20 observations is 5. If each observation is multiplied by 2, then what is the new variance of the resulting observations? ഇപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A5, B40, C10, D20. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 20 ആണ്. ദാറ്റ് ഈസ് D ആണ് ആൻസർ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പ്ലനേഷൻ നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. അതായത് സപ്പോസ് ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഒബ്സർവേഷനും നമ്മളൊരു സ്കെയിലാർ വാല്യൂ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ then the new variance will be k² into old variance. അപ്പോൾ ആ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തില്ലേ അതിന്റെ സ്ക്വയർ ഇൻറ്റു ഓൾഡ് വേരിയൻസ് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ സിമ്പിൾ അല്ലേ? അതായത് നമുക്കിപ്പോൾ 2 കൊണ്ടാണ് ഓരോ ഒബ്സർവേഷൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് മീൻസ് k² എന്ന് പറയുന്നത് എന്താവും? 2², അതായത് 4 ആയിരിക്കും. അപ്പോൾ 4 ഇൻറ്റു ഓൾഡ് വേരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ വേരിയൻസ് കിട്ടും. ദാറ്റ് ഇസ് 4 ഇൻറ്റു ഓൾഡ് വേരിയൻസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 4 ഇൻറ്റു 5 ദാറ്റ് ഇസ് 20 ആണ് ആൻസർ. Next question. The standard deviation of the numbers 31, 32, 33, etc. 46, 47 is options A root 17/2, B root 47 square minus 1/12, C 2 root 6, D 4 root 3. Correct answer option C ആണ് 2 root 6. The standard deviation of 31, 32, etc. 47 is equal to the standard deviation of 1, 2, 3, etc. 70. അതായത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആണ് ജസ്റ്റ് 1 ആണ്. അപ്പോൾ 31 plus 1 32 അങ്ങനെ അല്ലേ 47 വരെ. അപ്പോൾ ടോട്ടൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 17 വാല്യൂസ് ആണുള്ളത്. അപ്പോൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താലും കോൺസിക്യൂട്ടീവ് ആയിട്ട് കറക്റ്റ് ആയിട്ട് 1 to 17 അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താലും സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് n² - 1/12 ആണ്. ശരിയല്ലേ? അപ്പോൾ ആ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് കമ്പാരിസൺ ചെയ്തിട്ടുള്ളത്. സോ റൂട്ട് ഓഫ് n² minus 1/12 ആണ്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 17 ആണ്. ടോട്ടൽ 17 ഒബ്സർവേഷൻസ് അല്ലേ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റൂട്ട് ഓഫ് 17² അതായത് 289 - 1/12 ദാറ്റ് ഇസ് റൂട്ട് 200
88 divided by 12 root 24 ആണ്. root 24 എന്ന് പറയുന്നത് 6 into 4 അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് 6 into 4 എടുത്താൽ മതി. ദാറ്റ് ഈസ് 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. സോ 2 root 6. അങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mean of 5 observations is 4.4 and their variance is 8.24. If 3 of the observations are 1, 2 and 6, find the other 2 observations. Options A 9, 4. അതായത് നമ്മൾക്ക് ചോദിച്ചിട്ടുള്ളത് other 2 observations ആണ്. സോ രണ്ട് ഒബ്സർവേഷൻസിന്റെ വാല്യൂസ് ആണ് കോമൺ ആയിട്ട് തന്നിട്ടുള്ളത്. B 4, 7, C 5, 6, D 2, 10. കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ് 9 and 4. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നോക്കാം. അതായത് ലെറ്റ് ദ അതർ 2 ഒബ്സർവേഷൻസ് ബി എക്സ് ആൻഡ് വൈ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒബ്സർവേഷൻസ് എക്സും വൈയും കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മീൻ വാല്യൂ അത് തന്നിട്ടുണ്ടല്ലോ 4.4 which is equal to sum of observations. അതായത് ഏതൊക്കെയാണ് വാല്യൂസ് തന്നിട്ടുള്ളത് 1, 2, 6 പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട് എക്സും വൈയും. അപ്പോൾ 1 + 2 + 6 + x + y ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് 5. ഇതാണ് എന്തായാലും മീൻ വാല്യൂ ദാറ്റ് ഈസ് 4.4. അപ്പോൾ അതിൽ നിന്ന് എക്സ് പ്ലസ് വൈയുടെ റിലേഷൻ കിട്ടില്ലേ? ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി എക്സ് പ്ലസ് വൈ മാത്രം ഒരു സൈഡിൽ ഇസ് ഈക്വൽ ടു 13. ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് വേരിയൻസ് 8.24 തന്നിട്ട് അതും യൂട്ടിലൈസ് ചെയ്യാം. അതായത് 1/n. ഇപ്പോൾ 1 എന്ന് പറയുമ്പോൾ 1/5 ഇൻറ്റു ഓരോ ഒബ്സർവേഷൻസിനെ സ്ക്വയർ സം കാണാം. ഓക്കെ, അതായത് 1² + 2² + 6² + x² + y². ഇനി മൈനസ് നമുക്ക് ആ വാല്യൂ മീൻ വാല്യൂ അതിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് x bar square 4.4². ദിസ് ഇസ് ഗിവൺ ആസ് 8.24. അഗെയിൻ ഇവിടെ റീഅറേഞ്ച് ചെയ്തിട്ട് x² + y² ടേം മാത്രം ഒരു സൈഡിൽ കൊണ്ടുവരാം, ബാക്കി ടേംസ് RHS. സോ 97 കിട്ടും. അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്കറിയാം x - y² + x + y² എന്ന് പറയുന്നത് എന്താണ്? 2 × x² + y² ആണ് അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ കിട്ടുന്ന ടേം എന്തായിരിക്കും? 2 times x² + y² വരും. അതായത് 2 × x² + y² ആയിരിക്കും. അതിവിടെ യൂസ് ചെയ്യാണ് നമ്മൾ. കാരണം x² + y² ഓൾറെഡി നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ 97 നമുക്ക് കിട്ടി. സോ 2 × 97 ചെയ്യാം. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് 2 × 97. ഇനി x - y² അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പ്ലസ് ഇതേപോലെ 169 എന്ന് പറയുന്നത് x + y² നമുക്ക് ഇക്വേഷൻ 1ൽ നിന്ന് x + y 13 കിട്ടിയിട്ടുണ്ട്. സോ x + y² എന്താ 13² ദാറ്റ് ഈസ് 169. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഈ 1 and 2 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇലാബറേറ്റ് ചെയ്യുന്നത്. സോ x - y² ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് x - y² ഈക്വൽ ടു 169 RHS കൊണ്ടുപോകാം. സോ നമുക്ക് 25 കിട്ടും. അപ്പോൾ x - y എന്താ √25 ദാറ്റ് ഈസ് 5. ഇത് തേർഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി 1 and 3 x + y = 13 ആണ്. ആൻഡ് x - y നമുക്കിപ്പോൾ കിട്ടി 5 ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് സോൾവ് ചെയ്യാം. രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. y ക്യാൻസൽ ആവും അല്ലേ? y ക്യാൻസൽ ആവും. അപ്പോൾ 2x = 18 കിട്ടും. അപ്പോൾ x = 9 കിട്ടും. ഇനി ഏതിലെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y കിട്ടും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇതിൽ എക്സിന് 9 കൊടുക്കുക. അപ്പോൾ വൈയുടെ വാല്യൂ 13 - 9. സോ 4 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x = 9 y = 4 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the range of 2, 7, 6, 4, 3, 8, 5, 12. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. അതിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 12, B 7, C 10, D 13. കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ് 10. ഇപ്പോൾ നമുക്കറിയാം റേഞ്ചിന്റെ ഫോർമുല എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ. ഇപ്പോൾ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിൽ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് അതാണ് റേഞ്ച്. ഇതിലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്, മിനിമം വാല്യൂ 2 ആണ്. സോ 12 - 2 ദാറ്റ് ഈസ് 10. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. While shuffling a pack of 52 playing cards, 2 are accidentally dropped. അപ്പോൾ നമ്മൾ 52 കാർഡ്സ്, ഒരു പാക്ക് ഓഫ് 52 കാർഡ്സ് ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടെണ്ണം ആക്സിഡന്റലി ഡ്രോപ്പ് ആയിപ്പോയി. ഓക്കെ, ദ പ്രോബബിലിറ്റി ഓഫ് ദ 2 മിസ്സിംഗ് കാർഡ്സ് ടു ബി ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. അപ്പോൾ ആ പോയ മിസ്സായ രണ്ട് കാർഡ്സ് ഡിഫറെന്റ് കളേഴ്സ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 29/52, B 1/2, C 26/51, D 27/51.
ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 26/51, അതായത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ടോട്ടൽ സാമ്പിൾ സ്പേസിൽ എങ്ങനെയായിരിക്കും? ടോട്ടൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 52C2 ആണ്. അതായത് ഇപ്പൊ ഇവിടെ 52C2 എന്ന് പറയുന്നത് എന്താ? 52 കാർഡ്സ് നിന്ന് 2 എണ്ണം മിസ്സായി. ഓക്കെ, ആ 2 മിസ്സായത് ഇറ്റ് ക്യാൻ ബി ഏതർ ബ്ലാക്ക് ഓർ റെഡ്. ശരിയല്ലേ? നമ്മുടെ കാർഡ്സിൽ 2 കളേഴ്സ് ആണുള്ളത്, ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡും. സോ ഇറ്റ് ക്യാൻ ബി ഏതർ ബ്ലാക്ക് ഓർ റെഡ്. ഇനി ഇത് രണ്ടും ഡിഫറെന്റ് കളർ ആയിരിക്കണം. അതിന്റെ മീനിങ് എന്താ? ഈ 2 കാർഡ്സ് മിസ്സായതിൽ ഒരെണ്ണം ബ്ലാക്ക് ആയിരിക്കണം, അതർ വൺ ഷുഡ് ബി റെഡ്. ഓക്കെ, അപ്പൊ ഇതാണ് മീനിങ്. സോ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ നമ്മൾ നോർമലി പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ടോട്ടൽ ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ഈ മിസ്സായ 2 കാർഡ്സിൽ ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം റെഡും ആണ്. അപ്പൊ ഈ 52 കാർഡ്സിൽ നമുക്കറിയാം ഈക്വൽ ആയിട്ട് 26 കാർഡ്സ് ആർ റെഡ് ആൻഡ് 26 ആർ ബ്ലാക്ക്. അതും ശരിയല്ലേ? സോ ഒരു കാർഡ് റെഡ് ആവാനുള്ളത് എത്ര വേസ് ആയിരിക്കും? 26C1. ഇനി ഒരു അതർ കാർഡ് ബ്ലാക്ക് ആവാനുള്ളത് എന്തായിരിക്കും? 26C1. ഇത് രണ്ടും അറ്റ് എ ടൈം ആണ് നടക്കേണ്ടത്. അത് ആൻഡ് ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 26C1 into 26C1 ഇതാണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. ഇനി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്, അതായത് ടോട്ടൽ സാമ്പിൾ സ്പേസ് നമ്മൾ പറഞ്ഞില്ലേ, അതെന്താ? 52C2 ആണ്. കാരണം 52 കാർഡ്സ് എന്ന് 2 എണ്ണമാണ് മിസ്സായിട്ടുള്ളത്. ഓക്കെ, ആ മിസ്സായതിൽ ആണ് ഏത് റെഡ് ഓർ ബ്ലാക്ക് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ടോട്ടൽ 52C2 ആണ്. സോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 26/51 ആണ്. ഇപ്പൊ NCR നമുക്കറിയാലോ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? NCR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6 boys and 6 girls sit in a row at random. Find the probability that all the girls sit together. അപ്പോൾ 6 ബോയ്സ് ഉണ്ട് 6 ഗേൾസ് ഉണ്ട്, ഒരു റോള് റാൻഡം ആയിട്ടിരിക്കുകയാണ്. ഓൾ ഗേൾസ് ഒരുമിച്ചിരിക്കാനുള്ള ആ ഒരു പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് A 1/432, B 12/431, C 1/132, D none of these. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1/132. അതായത് എല്ലാ ഗേൾസും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അവരെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യും, ജസ്റ്റ് ഒരു നമ്പർ. ഓക്കെ, അപ്പോൾ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും? 6 ബോയ്സ് ഓൾറെഡി ഉണ്ട്, പിന്നെ ഓൾ ഗേൾസ് സിറ്റിംഗ് ടുഗെദർ നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ 6 + 1 ദാറ്റ് ഈസ് 7 അല്ലെ? ഈ 7 പേഴ്സൺസ് ഒരു റോള് എത്ര രീതിയിൽ ഇരിക്കാം? 7 ഫാക്ടോറിയൽ. ക്ലിയർ ആയല്ലോ? ഇനി ഈ 6 ഗേൾസ് നമ്മൾ ഇപ്പൊ 1 ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കണം. പക്ഷേ ഈ 6 ഗേൾസ് ഏതൊക്കെ രീതിയിൽ അറേഞ്ച്മെന്റ്സിൽ ഇരിക്കാൻ പറ്റും? 6 ഫാക്ടോറിയൽ ബേസിൽ. ശരിയല്ലേ? നമുക്ക് ടോട്ടൽ 6 ബോയ്സ് ഉണ്ട്, 6 ഗേൾസ് ഉണ്ട്. ഈ 6 ഗേൾസ് ഒരുമിച്ചിരിക്കുന്നതിന് നമ്മൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് എടുത്താൽ ടോട്ടൽ എത്രയായി? 6 + 1 ദാറ്റ് ഈസ് 7 ഫാക്ടോറിയൽ ബേസിൽ ഇങ്ങനെ അറേഞ്ച്മെന്റ് നടത്താം. പക്ഷെ ഈ 6 ഗേൾസിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 6 ഫാക്ടോറിയൽ ബേസിൽ അവർക്ക് ഇരുന്നൂടെ. അപ്പൊ ടോട്ടൽ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടും ഏത്? അപ്പൊ നമുക്കിത് ടോട്ടൽ കണ്ടുപിടിക്കാൻ രണ്ടിനെയും പ്രോഡക്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 6 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ ചെയ്യണം അല്ലെ? കാരണം ആൻഡ് ആണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് 6 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇനി എത്ര വേസിൽ മൊത്തം കുട്ടികൾ, അതായത് 6 ബോയ്സ് + 6 ഗേൾസ് ആണത് 12 ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്തായിരിക്കും? 12 ഫാക്ടോറിയൽ ആയിരിക്കും. അപ്പൊ ടോട്ടൽ വേസ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ദീസ് 12 എന്ന് പറയുന്നത് 12 ഫാക്ടോറിയൽ ആണ്. സോ 6 7 അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 12 ഫാക്ടോറിയൽ. സോ 1/132 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If without repetition of the numbers, 4-digit numbers are formed with the numbers 0, 2, 3 and 5, then the probability of such a number divisible by 5 is. Options A 1/5, B 4/5, C 1/30, D 5/9. Correct answer option D ആണ്, 5/9. So ഇവിടെ ചോദിച്ചിട്ടുള്ളത് 4 ഡിജിറ്റ്സ് തന്നിട്ടുണ്ട്, 0, 2, 3, 5. ഇതിന് നമ്മൾ അറേഞ്ച് ചെയ്യണം, 4 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷൻ എന്താ? ദ നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ 5. ക്ലിയർ ആയല്ലോ? പിന്നെ അത് മാത്രമല്ല ഇറ്റ് ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്, നമ്പേഴ്സ് റിപ്പീറ്റഡ് ആവാനും പാടില്ല ഈ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് മനസ്സിലായി. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, 5/9. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കാം. അതായത്
അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് 0 2 3 5 അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ജസ്റ്റ് ടോട്ടൽ ഔട്ട്കംസ് എത്രയാണെന്ന് നോക്കാം. 4 ഡിജിറ്റ്സ് ഫോം ചെയ്യണമെങ്കിൽ എന്തായാലും ഫസ്റ്റ് പ്ലേസിൽ 0 ഒരിക്കലും വെക്കാൻ പറ്റില്ല അല്ലേ. 0 വെച്ചാൽ നമുക്കത് ഒരിക്കലും 4 ഡിജിറ്റ് അല്ല 3 ഡിജിറ്റ് വരും. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് പ്ലേസിൽ വരുന്നത് ഇപ്പോൾ സപ്പോസ് ഇവിടെ ഫസ്റ്റ് ഡിജിറ്റിൽ അപ്പോൾ ഏതൊക്കെ ഡിജിറ്റ്സ് വരാം? 2 or 3 or 5. ദാറ്റ് മീൻസ് 3. ഓക്കെ. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഈ 4ൽ നിന്ന് ഇപ്പോൾ ഒരു ഡിജിറ്റ് നമ്മളിവിടെ പ്ലേസ് ചെയ്തു, ശരിയല്ലേ. സോ ബാക്കി ഇനി 3 ഡിജിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഈ 4ൽ നിന്ന് 3 പോയാൽ എഗെയിൻ ബാക്കി ഒന്നെങ്കിൽ ഇപ്പോൾ സപ്പോസ് 5 എടുത്താൽ 0 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 വരാം അല്ലേ, അതുപോലെ. സോ ദാറ്റ് മീൻസ് എഗെയിൻ 3 ആണ് ഇവിടെ നമ്പർ ഓഫ് വേസ് വരിക. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, അതായത് ഇപ്പോൾ നമ്മൾ 2 ഡിജിറ്റ്സ് ഓൾറെഡി എടുത്തു, അപ്പോൾ ബാക്കി 2 ഡിജിറ്റ്സിന് 2. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ 1 ഡിജിറ്റ് ഉള്ളത് 1. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് അല്ല. സോ 3 into 3 into 2 into 1 ദാറ്റ് ഈസ് 9 into 2 18 വേസ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് 18 നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇനി നമുക്ക് ഈ ഫോം ചെയ്യുന്ന നമ്പർ ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 5. അതിന്റെ മീനിങ് എന്താ? നമുക്ക് ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 5 ആവണമെങ്കിൽ യൂണിറ്റ്സ് പ്ലേസിൽ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 5 ആണ് ഡിജിറ്റ് വേണ്ടത്. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 0 വരുന്നതും കൺസിഡർ ചെയ്യണം, 5 വരുന്നതും കൺസിഡർ ചെയ്യണം. എന്നിട്ട് ഈ 2 കേസസിലെ ആൻസറും ആഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഈ ഒരു ബോക്സ് കൺസിഡർ ചെയ്യാം. 4 ഡിജിറ്റ്സിന്റെ പ്ലേസ് കാണിച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ 0 എന്ന് പറയുന്നത് യൂണിറ്റ്സ് പ്ലേസിലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ 0 ഫിക്സ് ചെയ്യണം കേട്ടോ. അപ്പൊ ബാക്കി പ്ലേസസിൽ നമുക്ക് നോക്കാം. അതായത് സ്റ്റാർട്ടിങ് ഫ്രം നമുക്ക് ഫസ്റ്റ് പ്ലേസ് കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ ഇനി ബാക്കി ഡിജിറ്റ്സ് എന്തല്ലേ? 2 3 5. അപ്പൊ ടോട്ടൽ ഇവിടെ 3 ആണുള്ളത്. ഓക്കെ, കാരണം ഓൾറെഡി ഇപ്പൊ നമ്മൾ 0 ഇവിടെ കൺസിഡർ ചെയ്തു. അപ്പൊ ഇനി 4 ഡിജിറ്റ്സിൽ ഒരെണ്ണം പോയി 3 ഉള്ളൂ. ഇനി ഇവിടെ ഒന്ന് നമ്മൾ ഫിക്സ് ചെയ്തു. നെക്സ്റ്റ് വൺ അഗൈൻ എത്ര ഉണ്ടാവും? 2 ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ എത്രയായിരിക്കും? 2 പറയുന്നത് ഔട്ട്സൈഡ് ആണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ എത്ര വേസ് ഉണ്ട്? ഇനി ഇവിടെ ഇപ്പൊ 3 ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ 0 ഫിക്സ് ചെയ്തു. ഓക്കെ, 0 ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്തു. ബാക്കി 2 or 3 or 5. അപ്പൊ 3 വേസ് ഉണ്ട്. നെക്സ്റ്റ് ഒരെണ്ണം ക്യാൻസൽ ആയി. ഓക്കെ, ഈ മൂന്നെണ്ണത്തിൽ നിന്ന് 1 പോയാൽ അടുത്തത് 2 ആയിരിക്കും. അഗെയിൻ 2 ന്ന് 1 പോയാൽ 1 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 3 into 2 into 1 എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് 6. ഇനി അടുത്തത് 5 യൂണിറ്റ് പ്ലേസിൽ വരികയാണെങ്കിൽ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ വളരെ സിമ്പിൾ ആണ് ആൻസർ കണ്ടുപിടിക്കാൻ. ഇനി 5 ആണ് ഇവിടെ യൂണിറ്റ്സ് പ്ലേസിൽ വരണ വിചാരിക്കാം. അപ്പൊ ബാക്കി നമ്മുടെ ഡിജിറ്റ്സ് ഏതൊക്കെയല്ല? 0 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇനി ഫസ്റ്റ് പ്ലേസും തുടങ്ങാം. ഫസ്റ്റ് പ്ലേസിൽ 0 വെക്കാൻ പറ്റില്ല. സോ ഇറ്റ് ക്യാൻ ബി either 2 or 3. അപ്പൊ നമുക്ക് 2 വേസേ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ? എഗെയിൻ നെക്സ്റ്റ് കേസ് എന്താ? ഇപ്പൊ നമ്മൾ ഈ 3 നിന്ന് ഒരെണ്ണം എടുത്തു. അപ്പൊ ബാക്കി എത്രയുണ്ട്? 2. പിന്നെ ഉള്ളത് 1. അതാണ് ഈ 2 into 2 into 1. ക്ലിയർ ആയല്ലോ? സോ 4. അപ്പോൾ 6ഉം 4 ആണ് കിട്ടിയത്. അപ്പൊ ടോട്ടൽ 4 ഡിജിറ്റ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5 എന്ത് ചെയ്യണം? 5 ആണ് യൂണിറ്റ്സ് പ്ലേസിലെങ്കിൽ നമുക്ക് 4ഉം, 0 ആണ് യൂണിറ്റ്സ് പ്ലേസിലെങ്കിൽ 6ഉം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? സോ 10. ഇനി റിക്വയർഡ് പ്രോബബിലിറ്റി. ഇപ്പൊ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ ഫോം ചെയ്ത 4 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 5. അതാണ് ഫേവറബിൾ ഔട്ട്കം. അത് നമുക്ക് ടോട്ടൽ കിട്ടിയത് 10 ആണ്. ഡിവൈഡഡ് ബൈ ആദ്യമേ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് നമ്മൾ 18 കണ്ടുപിടിച്ചു. സോ 10 by 18 ദാറ്റ് ഈസ് 5 by 9 ആണ് ആൻസർ. Next question. If the probabilities for A to fail in an examination is 0.2 and that for B is 0.3, then the probability that either A or B fails is. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A greater than 0.5, B 0.5, C less than or equal to 0.5, D 0. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കണ്ടീഷൻ മനസ്സിലാക്കുക. അതായത് P ഓഫ് പ്രോബബിലിറ്റി ഓഫ് either A or B fail. ഒരു എക്സാമിൽ ഒന്നെങ്കിൽ A അല്ലെങ്കിൽ B ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഫെയിൽ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B ഫെയിൽ. ക്ലിയർ ആയല്ലോ? ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, അറിഞ്ഞിരിക്കുക. either A or B, A യൂണിയൻ B ആണ് ഉദ്ദേശിക്കുന്നത്. P ഓഫ് A യൂണിയൻ B എന്ന് പറയുന്നത് അങ്ങനെ കോമൺ ആയിട്ടും പഠിച്ചിരിക്കുക. P ഓഫ് A യൂണിയൻ B വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ഓഫ് A പ്ലസ് P ഓഫ് B. ഓക്കെ, so
So ഇവിടെ it will be less than or equal to P of A fail plus P of B fail. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് വാല്യൂസ് വന്നിട്ടുണ്ട് 0.2 0.3. അപ്പോൾ അതിന്റെ രണ്ടിന്റെ സം എത്രയാണ് 0.5 ആണ്. So P of either A or B fail എന്ന് പറയുന്നത് എന്താ less than or equal to 0.5. Next question. A coin whose faces are marked by 3, 4 is tossed 5 times the probability of getting a total of 24 is options A 1 by 12, B 5 by 32, C 5 by 16, D 0. അതായത് ഒരു കോയിൻ അതിന്റെ ഫേസ് മാർക്ക് ചെയ്തിരിക്കുന്നത് 3ഉം 4 ആണ്. 5 ടൈംസ് നമ്മളത് ടോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വാല്യൂ 24, സം ടോട്ടൽ 24 കിട്ടാൻ ഉള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0 ആണ്. നമുക്ക് നോക്കാം. അതായത് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 3ഉം 4 ആണ് ഈ കോയിന്റെ രണ്ട് സൈഡും മാർക്ക് ചെയ്തിരിക്കുന്നത് 3ഉം 4ഉം. അങ്ങനെയാണെങ്കിൽ സം ഓഫ് നമ്പർ അപ്പിയർഡ് ഓൺ ദ കോയിൻ വിൽ ലൈ ഇൻ ദ റേഞ്ച് 15, 20. ഈ 15 ഉം 20 എങ്ങനെ വരുന്നത്? കാരണം നമ്മൾ 5 ടൈംസ് ആണ് ടോസ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, 3 to 5, ഇപ്പൊ 3 5 ടൈംസ് വന്നാൽ 15, 4 5 ടൈംസ് വന്നാൽ 20. അപ്പം അല്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ള വാല്യൂസ്. ഇപ്പൊ 3 ടൈംസ് വന്നു, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 9 കിട്ടും. അപ്പൊ ബാക്കി നമുക്ക് ഇതേപോലെ 24 കിട്ടണമെങ്കിൽ അതനുസരിച്ചിട്ട് 5 2 ടൈംസ് വന്നു കഴിഞ്ഞാൽ 9 plus 10 19, അത് ഒരിക്കലും ആവില്ല. അപ്പോൾ എന്തായാലും മാക്സിമം നമുക്കിപ്പോൾ 3 5 ടൈംസ് അല്ലെങ്കിൽ 4 5 ടൈംസ്, ദാറ്റ് ഈസ് 15 20, ഈ ഒരു റേഞ്ചിലായിരിക്കും സം ടോട്ടൽ വരേണ്ടത്. അതായത് വിച്ച് മീൻസ് വി നെവർ ഗെറ്റ് ദ സം 24 അല്ലെ. പക്ഷെ അവർ ചോദിച്ചിട്ടുള്ളത് എന്താ? 24 ആണ് വാല്യൂ ചോദിച്ചിട്ടുള്ളത്, ശരിയല്ലേ? നമുക്കിപ്പോ എത്ര പ്രാവശ്യം ഇപ്പോൾ 5 ടൈംസേ ടോസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത്രയും ടോസ് ചെയ്താലും നമുക്ക് എന്തായാലും 15 20 റേഞ്ചിലേ കിട്ടുള്ളൂ, ഒരിക്കലും 24 റേഞ്ചിൽ കിട്ടില്ല. അപ്പൊ ആ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ? 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the probability that when a hand of 7 cards is drawn from a well shuffled deck of 52 cards, it contains at least 3 kings. A 46 by 7735, B 3 divided by 7735, C 9 by 1547, D 1 by 7735. Correct answer option A ആണ്. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കൂ. അതായത് നമുക്ക് പറയാം 52 കാർഡ്സിൽ എത്ര കിങ് കാർഡ്സ് ഉണ്ടാവും? 4 കിങ് കാർഡ്സ് ഉണ്ടാവും അല്ലെ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 3 കിങ്സ് ആണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് മസ്റ്റ് ബി മിനിമം 3 ആണ്. അപ്പൊ സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ ആണ്, ശരിയല്ലേ? ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 3നേക്കാൾ കൂടുതൽ. ഇപ്പൊ അറ്റ്മോസ്റ്റ് ആണെങ്കിൽ മാക്സിമം ആണ്. ഈ രണ്ട് ടേംസ് എവർ ആയിരിക്കുക. അറ്റ്മോസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ആണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ അറ്റ്മോസ്റ്റ് 3 കിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാത്രമേ മാക്സിമം പാടുള്ളൂ. സോ ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കേസ് ആണ് വരിക പ്രോബിലിറ്റി. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് 7 കാർഡ്സ് എടുക്കുന്നുണ്ട്. ഈ 7 കാർഡ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ അറ്റ്ലീസ്റ്റ് 3 കിങ്സ് വേണം. ഇപ്പൊ ഫസ്റ്റ് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ് നമ്പർ ഓഫ് ഹാൻഡ്സ് വിത്ത് 4 കിങ്സ്. അതായത് 4 കിങ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഈ 3 മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 4. ടോട്ടൽ 4 കിങ്സ് അല്ലേ ഉള്ളൂ കാർഡ്സിൽ. അതിലൊന്നെങ്കിൽ 3 അല്ലെങ്കിൽ 4. അപ്പൊ ഈ രണ്ട് കേസും സെപ്പറേറ്റ് ആയി കണ്ടുപിടിച്ചിട്ട് ഫൈനലി ഇത് ആഡ് ചെയ്യണം. ഓർ അല്ലേ? സോ ആഡ് ചെയ്യാം. സോ പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് ഓർ പ്രോബബിലിറ്റി ഓഫ് 4 കിങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഇവിടെ ഇപ്പൊ മാക്സിമം 4 അല്ലേ ഉള്ളൂ, 4 കിങ്സ് അല്ലേ ഉള്ളൂ. സോ ഇറ്റ് ക്യാൻ ബി either 3 or 4. അപ്പൊ ഓർ കേസ് ആയതുകൊണ്ട് രണ്ടും ആഡ് ചെയ്യണം. അപ്പൊ രണ്ട് കേസും ഡിഫറെന്റ് ആയി കാണും. പി ഓഫ് അറ്റ്ലീസ്റ്റ് 3 കിങ്സ് എന്ന് പറയുന്നത് പി ഓഫ് 3 കിങ്സ് പ്ലസ് പി ഓഫ് 4 കിങ്സ്. അപ്പൊ ആദ്യം നമ്മൾ പി ഓഫ് 4 കിങ്സ് കാണണം. അതായത് നമ്മൾ എടുക്കുന്ന 4 കിങ്സും സെലക്ട് ചെയ്യുന്നുണ്ട്. സോ 4 കിങ്സ് ആണ് ഓൾറെഡി ഉള്ളത്. അതിൽ നിന്ന് 4 നമ്മൾ സെലക്ട് ചെയ്യണം. സോ 4C4. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ 4 കാർഡ്സ് നമ്മൾ എടുത്തു അല്ലെ. അപ്പൊ 52 4 പോയ 48. ആ 48ൽ നിന്ന് ഇനി നമ്മൾ എത്ര എടുക്കണം? ടോട്ടൽ 7 അല്ലേ എടുക്കുന്നത്. അപ്പൊ 4 ഓൾറെഡി എടുത്തു, അതും കിങ് കാർഡ്സ്. അപ്പൊ ബാക്കി 4 plus 3 അല്ല 7. സോ 3 എടുക്കുന്നു. അതും 48ൽ നിന്നാണ് ഈ 3 എടുക്കുന്നത്. സോ 4C4 into 48C3. ഇതാണ് റിക്വയർഡ് പ്രോബിലിറ്റിയിൽ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ്. ഇനി നമ്മുടെ പ്രോബിലിറ്റി ഓഫ് 3 കിങ്സ് എന്ന് പറയുന്നത് എന്താ വരിക? പി ഓഫ് 3 കിങ്സ് എന്ന് പറയുന്നത് ഫേവറബിൾ ഔട്ട്കംസ് എന്താ? 4C4 into 48C3 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് എന്താ വരിക? 52 കാർഡ്സ് നമ്മൾ എത്ര എടുക്കുന്നത്? 7. സോ 52C7. ക്ലിയർ ആയല്ലോ? ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 1/7735 കിട്ടും. നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യേണ്ടത് പി ഓഫ് 3 കിങ്സ് ആണ്. ക്ലിയർ ആയി? അപ്പൊ 3 കിങ്സ് എന്ന് പറയുമ്പോൾ 4 കിങ്സ് 3 കിങ്സ് നമ്മൾ ചൂസ് ചെയ്യണം. സോ 4C3 ആൻഡ്
അപ്പോൾ ഇൻറ്റു നെക്സ്റ്റ് 52 ന്ന് 4 പോയാൽ 48. 48ൽ നിന്ന് നമ്മൾ ഇനി എത്ര എണ്ണം എടുക്കണം? 7ൽ ആവശ്യമുള്ള 3 എടുത്തു. അപ്പോൾ ബാക്കി എത്രയാണ്? 4. 48 കാർഡ്സ് നിന്ന് 4 എടുക്കണം. സോ 48C4. അപ്പോൾ P of 3 kings എങ്ങനെ കണ്ടുപിടിക്കാം? 4C3 into 48C4 divided by 52C7. അത് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം സെയിം. 52 ന്ന് നമ്മൾ 7 സെലക്ട് ചെയ്യും. സോ ദിസ് ഇസ് given by 9/1547. ഇനി രണ്ട് വാല്യൂസും ആഡ് ചെയ്യാം. അതാണ് P of at least 3 kings. 9/1547 plus 1/7735. This is given by 46 divided by 7735. Next question. A die is thrown 3 times and the sum of 3 numbers obtained is 15. The probability of first throw being 4 is. ഒരു die 3 times എറിയുന്നുണ്ട്. അത് മാത്രമല്ല സം ഓഫ് 3 നമ്പേഴ്സ് ഒബ്റ്റെയിൻ. ഇപ്പോൾ നമ്മൾ 3 തവണ 3 നമ്പേഴ്സ് കിട്ടുമല്ലോ, അതിന്റെ സം 15 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ത്രോ ബീങ് 4. അപ്പോൾ ഫസ്റ്റ് ത്രോയിൽ 4 കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് A 1/18, B 4/5, C 1/5, D 7/18. കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ് 1/5. സപ്പോസ് അതായത് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് ഫസ്റ്റ് ത്രോ 4 ആണെങ്കിൽ സം ഓഫ് നമ്പേഴ്സ് അപ്പിയറിംഗ് ഓൺ ലാസ്റ്റ് 2 ത്രോസ് എന്തായിരിക്കണം? 11 ആയിരിക്കണം. കാരണം എന്താ? ടോട്ടൽ ഷുഡ് ബി 15. ശരിയല്ലേ? അപ്പോൾ ഫസ്റ്റ് ത്രോ 4 ആവണമെങ്കിൽ ബാക്കി രണ്ട് ത്രോസിലും കൂടി കിട്ടുന്ന സം എന്തായിരിക്കണം? 11 ആയിരിക്കണം. എന്നാലേ 11 + 4 15 ആവുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് ലാസ്റ്റ് 2 ത്രോസ് മസ്റ്റ് ബി 6 5 അല്ലെങ്കിൽ 5 6. ക്ലിയർ അല്ലേ? കാരണം 11 കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ 6 5 വരണം അല്ലെങ്കിൽ 5 6 വരണം. ഓക്കെ, ഇനി നൗ ദർ ആർ 10 ways to get the sum as 15. 10 ways ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ വരണമെങ്കിൽ ഈ ഒരു ത്രോയില് ഫസ്റ്റ് 4ഉം പിന്നെ 5 6, പിന്നെ അഗെയിൻ ഫസ്റ്റ് 4 പിന്നെ 6 5, അങ്ങനെ പിന്നെ എക്സെട്ര അപ് ടു 3 6 6. അതായത് ടോട്ടൽ ആണ് പറയുന്നത് കേട്ടോ. ടോട്ടൽ നമുക്ക് 15 വരുന്ന രീതി. ഇപ്പൊ ഇവിടെ 6 + 6 12, 12 + 3 15. അപ്പൊ ഇങ്ങനെ കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ ആ സെറ്റിൽ എത്ര ടേംസ് ഉണ്ടാവും? നമുക്ക് 10 ways ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? സോ റിക്വയർഡ് പ്രോബബിലിറ്റി എന്താ? ഇതിൽ നമുക്ക് ഫസ്റ്റ് ത്രോ 4 ആയിട്ട് കിട്ടുന്നത് 2 ആണ്. ഓക്കെ, പിന്നെ ഫസ്റ്റ് ത്രോയിൽ 4ഉം പിന്നെ ലാസ്റ്റ് 2 ത്രോസിന്റെ സമ്മ് 11 ആവുന്ന രീതി, അത് 2 ആണ്. അതുകൊണ്ടാണ് ഫേവറബിൾ ഔട്ട്കംസ് 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്തായിരിക്കണം? എത്ര ഇപ്പൊ നമ്മൾ 3 ത്രോസ് ചെയ്യുമ്പോൾ ഫൈനൽ നമുക്ക് 15 ആണ് സമ്മ് കിട്ടുന്നത്. അതിപ്പോ നമ്മൾ ഈ അറേഞ്ച്മെന്റ്സ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി 10 ways ഉണ്ട്. So 2/10, that is 1/5 ആണ് ആൻസർ. Next question. A flashlight has 8 batteries, out of which 3 are dead. If 2 batteries are selected without replacement and tested, the probability that both are dead is. ഒരു ഫ്ലാഷ് ലൈറ്റിന് 8 ബാറ്ററീസ് ഉണ്ട്. അതിൽ 3 എണ്ണം ഡെഡ് ആണ്. അതിലിപ്പോൾ 2 എണ്ണം നമ്മളിപ്പോൾ റാൻഡം ആയിട്ട് ഇതേപോലെ സെലക്ട് ചെയ്യണം വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, എന്നിട്ട് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ ഡെഡ്, ഇപ്പൊ ഈ സെലക്ട് ചെയ്ത് 2 എണ്ണം ഡെഡ് ആവാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് A 33/56, B 9/64, C 1/14, D 3/28. കറക്റ്റ് ആൻസർ ഓപ്ഷൻ D ആണ് 3/28. ഫസ്റ്റ് ഓഫ് ഓൾ നമ്പർ ഓഫ് ബാറ്ററീസ് എത്രയാ? 8. അതിൽ 3 ഡെഡ് ആണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് E1 be the event that first selected battery is dead. അതേപോലെ E2 be the event that second battery selected is also dead. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് പ്രോബബിലിറ്റി എങ്ങനെയാ കാണാം? P of both the batteries dead അല്ലേ? അതായത് രണ്ടും. സോ P of E1 intersection E2 ആണ് വേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി P of E1 intersection E2ന്റെ ഫോർമുലയാണ് P of E1 into P of E2 given E1. അപ്പൊ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ P of E1 എന്ന് പറയുന്നത് 3/8 ആണ് വരിക. അതായത് E1 എന്താ? നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ബാറ്ററി ഡെഡ് ആവുന്നത്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്ര ഡെഡ് ബാറ്ററീസ് ഉണ്ട്? 3 ആണ്. സോ 3 ഡെഡ് ബാറ്ററീസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ 3 ബാറ്ററീസ് എന്നല്ലേ? ഓക്കെ, അപ്പൊ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ബാറ്ററീസ് ഉണ്ട്? 8. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ബാറ്ററി ഡെഡ് ആവണമെങ്കിലുള്ള പ്രോബിലിറ്റി ആണ് 3 എന്ന് പറയുന്നത് ഓൾറെഡി ഡെഡ് ആയിട്ടുള്ള ബാറ്ററീസ് ആണ് 8ൽ നിന്ന്. സോ 3ൽ നിന്നാണ് നമ്മൾ ഈ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 3 ഡിവൈഡ് ബൈ ടോട്ടൽ 8. നെക്സ്റ്റ് P of E2 given E1, അതായത് E1 ഓൾറെഡി ഒക്കർ ചെയ്തു. അതായത് 3 ഡെഡ് ബാറ്ററീസും നമ്മൾ ഒരു ഡെഡ് ബാറ്ററി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എഗെയിൻ നമ്മൾ വേറൊരു ബാറ്ററി സെലക്ട് ചെയ്യാൻ പോകണം. അത് ഡെഡ് ആയിരിക്കണം. E1 ഹാസ് ഓൾറെഡി ഒക്കേർഡ്. അങ്ങനെയാണെങ്കിൽ
3യിൽ നിന്ന് 1 പോയി അല്ലേ, നമ്മൾ ഓൾറെഡി ഒരെണ്ണം സെലക്ട് ചെയ്തു, സോ 2 ആണ് വരിക. ഡിവൈഡഡ് ബൈ ടോട്ടലിൽ നിന്ന് നമ്മൾ ഒരെണ്ണം എടുത്തു, സോ 2/8 - 1 എന്താ 7. അപ്പോൾ ഇവിടെ 2/7. അപ്പോൾ 3/8 × 2/7 3/28 ആണ് ആൻസർ. Next question. Bag P contains 6 red and 4 blue balls and bag Q contains 5 red and 6 blue balls. A ball is transferred from bag P to Q and then a ball is drawn from Q. What is the probability that the ball drawn is blue? Options are A 7/15, B 8/15, C 4/19, D 8/19. അപ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ബാക്ക് പിയിൽ 6 റെഡും 4 ബ്ലൂ ബോൾസും ഉണ്ട്, അതേപോലെ ക്യൂവിൽ 5 റെഡും 6 ബ്ലൂ ബോൾസും ഉണ്ട്. എന്നിട്ട് പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒരു ബോൾ ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ടാണ് ക്യൂവിൽ നിന്ന് നമ്മളൊരു ബോൾ ഡ്രോൺ ചെയ്യുന്നത്. ആ എടുത്ത ബോൾ ബ്ലൂ ആവാനുള്ള പ്രോബബിലിറ്റി അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 8/15. അപ്പോൾ നമുക്ക് നോക്കാം, 2 ഇവന്റ്സ് കൺസിഡർ ചെയ്യാം, E1 ഉം E2. പിന്നെ അത് മാത്രമല്ല എ എന്ന് പറയുന്ന ഇവന്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, അതായത് ബോൾ ഡ്രോൺ ഫ്രം ബാഗ് ക്യൂ ഇസ് ബ്ലൂ. ഫസ്റ്റ് ഇവന്റ് E1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒരു ബോൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി അതാണ് E1. E2 എന്ന് പറയുന്നത് ആ ട്രാൻസ്ഫർ ചെയ്യുന്നത് പിയിൽ നിന്ന് ക്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ബോൾ ബ്ലൂ ആവാനുള്ള പ്രോബബിലിറ്റി. ക്ലിയർ ആയല്ലോ. ഇനി എ എന്ന് പറയുന്നത് എന്താ, അതാണ് റിക്വയർഡ് വൺ. ദ ബോൾ ഡ്രോൺ ഫ്രം ക്യൂ എന്താണ്, ബ്ലൂ ആണ്. ഓക്കെ, ഇനി P contains already 6 red and 4 blue balls. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പിയിൽ 6 റെഡും 4 ബ്ലൂ ബോൾസ് ആണുള്ളത്. അതേപോലെ ക്യൂവിൽ 5 റെഡും 6 ബ്ലൂ ബോൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, ഈ പിയും ക്യൂവും അതിലെ ബോൾസിന്റെ കറക്റ്റ് കൗണ്ട് ആണ്, റെഡ് ആൻഡ് ബ്ലൂ കറസ്പോണ്ടിംഗ്ലി. പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒരു ബോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ. ആ ബോൾ എന്ന് പറയുന്നത് ബ്ലൂ ആവാനുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ, ആഫ്റ്റർ ട്രാൻസ്ഫറിംഗ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പി ഓഫ് E1 എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ബോൾ റെഡ് ആവാം. സോ പിയിൽ നിന്ന് ക്യൂയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കാം, പിയിൽ എത്ര റെഡ് ഉണ്ട്, ഓൾറെഡി 6 ഉണ്ട്. ടോട്ടൽ എത്രയുണ്ട്, 10 ഉണ്ട്. അപ്പോൾ ഫേവറബിൾ 6 ആണ്, 6 റെഡ് ബോൾസ്. ടോട്ടൽ എത്രയാണ്, 10 ആണ്. അപ്പോൾ 6/10 ദാറ്റ് ഇസ് 3/5. സിമിലർലി പി ഓഫ് E2 പറഞ്ഞാൽ എന്താ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ബോൾ ബ്ലൂ ആണെങ്കിൽ ദാറ്റ് മീൻസ് 4 / ടോട്ടൽ 10, 4/10 ദാറ്റ് ഇസ് 2/5. ക്ലിയർ ആയല്ലോ. ഇനി ഈ E1 ഉം E2 ഉം ശരിക്കും എന്താ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ, E1 ഒക്കർ ചെയ്യുമ്പോൾ അത് E2നെ എക്സ്ക്ലൂഡ് ചെയ്യും, ഒക്കർ ചെയ്യാം. സോ അല്ലെങ്കിൽ E2 ഒക്കർ ചെയ്യുമ്പോൾ E1നെ എക്സ്ക്ലൂഡ് ചെയ്യും. ക്ലിയർ ആയോ. സോ പിന്നെ അത് മാത്രമല്ല എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് ആണ്. എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ E1 അല്ലെങ്കിൽ E2 എന്തായാലും ഒക്കർ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ E1 ഹാസ് ഓൾറെഡി ഒക്കേർഡ് അങ്ങനെയാണ് കൺസിഡർ ചെയ്യുക. അതായത് വെൻ E1 ഹാസ് ഓൾറെഡി ഒക്കേർഡ്, അതിന്റെ മീനിങ് എന്താ, റെഡ് ബോൾ ഓൾറെഡി നമ്മൾ പിയിൽ നിന്ന് ക്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ക്യൂയിൽ എത്ര റെഡും ബ്ലൂ ഉണ്ടാവും, 5 + 1 ദാറ്റ് ഇസ് 6 അല്ലെ. 5 ആണ് ഉണ്ടായിരുന്നത്, ഇപ്പൊ 1 ആഡഡ് ആയി. സോ 5 + 1 6 പിന്നെ ഓൾറെഡി 6 ബ്ലൂ ബോൾസ് ആണ് ഉള്ളത്. അപ്പോൾ P ഓഫ് A given E1, A എന്ന് പറയുന്നതാണ് നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി, നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള. അതായത് നമുക്കിപ്പോൾ ആ ഡ്രോ ചെയ്യുന്ന ബോൾ എന്നത് ബ്ലൂ ആവാനുള്ളത്. സോ P ഓഫ് A given E1 ഓൾറെഡി ഒക്കർ ചെയ്തു, എന്നിട്ട് നമ്മൾ എടുക്കുന്ന ബോൾ ബ്ലൂ ആവാനുള്ള പ്രോബബിലിറ്റി. ക്ലിയർ ആയല്ലോ, ദാറ്റ് ഇസ് 6/12. കാരണം എന്താ, നമ്മൾ ക്യൂയിൽ നിന്നാണ് ബോൾ എടുക്കുന്നത്. ക്യൂവിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു റെഡ് ബോൾ പിയിൽ നിന്ന് ക്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ 6 + 6 അതായത് റെഡും ബ്ലൂവും 6 ആയി, ശരിയല്ലേ. ഇനി നമ്മൾ ഇതിൽ നിന്ന് ബ്ലൂ ആണ് എടുക്കുന്നത്. സോ 6/12 ആണ് വരിക. കാരണം എന്താ, ടോട്ടൽ 12 ആണ്. ഇനി എത്ര ബ്ലൂ ബോൾസ് ഉണ്ട് ഇപ്പോൾ ക്യൂവിൽ, പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒരു റെഡ് ട്രാൻസ്ഫർ ചെയ്തു, ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ബ്ലൂ ബോൾ എടുക്കണം. സോ 6/12. അപ്പൊ അതാണ് P ഓഫ് A given E1 ദാറ്റ് ഇസ് 6/12, 1/2. ഇനി നെക്സ്റ്റ് കേസ് എടുക്കുക, അതായത് E2 ഒക്കർ ചെയ്തു, എന്നിട്ട് നമ്മളൊരു ബ്ലൂ ബോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്, ക്യൂവിൽ നിന്ന് എടുക്കണം. ഇനി E2 പറയുന്നത് എന്താ, ഒരു ബ്ലൂ ബോൾ നമ്മൾ പിയിൽ നിന്ന് ക്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇനി ക്യൂവിൽ എന്താ സംഭവിക്കുക, റെഡ് ഓൾറെഡി 5 ആണ്, ബ്ലൂ എന്ന് പറയുന്നത് 6 ഇപ്പം എന്താ 7 ആവും.
ക്ലിയർ ആയല്ലോ. അപ്പോൾ 5ഉം 7ഉം ടോട്ടൽ മാറ്റം വരില്ല 12 തന്നെ, പക്ഷെ നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് 7 ആയി. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി P of A given E2 എന്താ വരിക? 7 divided by 12. കാരണം എന്താ, ബ്ലൂ ബോൾസ് 7 ആയി ഇപ്പോൾ അല്ലെ, പിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത ബോൾ ബ്ലൂ ആയതുകൊണ്ടാണ്. സോ 7/12. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് പ്രോബബിലിറ്റീസ് ഇത് ഏതെങ്കിലും ഒന്നും ആയിരിക്കും നടക്കുക. സോ ആഡ് ചെയ്യാം. P of E1 P of A എന്ന് പറയുന്നത് P of E1 into P of A given E1. അപ്പൊ നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂസ് അല്ലേ, അതായത് P of E1 into P of A given E1 plus P of E2 into P of A given E2. കാരണം നമ്മൾ പറഞ്ഞു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, എക്സ്ഹോസ്റ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബബിലിറ്റി ഇങ്ങനെ കൺസിഡർ ചെയ്യണം. The corresponding values substitute 3/5 into 1/2 plus 2/5 into 7/12. That is 8/15 ആണ് answer. Next question. If P of A is equal to 4/5 and P of A intersection B equal to 7/10, then P of B given A is equal to A 7/8, B 1/8, C 1/10, D 17/20. Correct answer option A ആണ് 7/8. അപ്പോൾ നമുക്ക് P of Aയും P of A intersection Bയും തന്നിട്ട് P of B given A കാണണം. അപ്പോൾ അതിന്റെ ഫോർമുലയാണ് P of A intersection B divided by P of A. ശരിക്കും നമ്മൾ തിയറിയിൽ പറയുകയാണെങ്കിൽ P of A must be a non-zero value. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി വാല്യൂ തന്നിട്ട് non-zero value 4/5. സോ P of B given A എന്ന് പറയുന്നത് P of A intersection B by P of A. ഇത് രണ്ട് വാല്യൂസും തന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 7/10 divided by 4/5. That is 7/8 ആണ് ആൻസർ. Next question. 3 persons A, B and C fire at a target in turn starting with A. അപ്പോൾ A, B, C മൂന്ന് ആൾക്കാർ, ആ വ്യക്തികൾ കറക്റ്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ ബി, പിന്നെ സി, ആ ഒരു ഓർഡറിൽ ഫയർ ചെയ്യാണ് ഒരു ടാർഗറ്റിന്. their probability of hitting the target, അതായത് പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് ദ ടാർഗറ്റ് ഓഫ് എ എന്താ 0.4, ബിയുടെ 0.3 ആൻഡ് സിയുടെ 0.2 ആണ്. ദ പ്രോബബിലിറ്റി ഓഫ് 2 ഹിറ്റ്സ് ഇസ്, അങ്ങനെയാണെങ്കിൽ ഹിറ്റിംഗ് ദ ടാർഗറ്റ് 2 ടൈംസ്, അതിന്റെ പ്രോബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. A 0.336, B 0.452, C 0.024, D 0.188. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 0.188. അപ്പൊ നമുക്കിവിടെ കോംപ്ലിമെന്റ് കേസസും കൂടി കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പോൾ 2 ഹിറ്റ്സിന്റെ പ്രോബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2 പേരും ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ ആൾ ഹിറ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പൊ കോംപ്ലിമെന്റ് കേസസ് എടുക്കണം. ദാറ്റ് ഈസ് ഓരോരുത്തരുടെയും P of A 0.4 തന്നിട്ട്, അങ്ങനെയാണെങ്കിൽ P of A കോംപ്ലിമെന്റ് A ബാർ എന്താ 1 minus 0.4 അല്ലെ. P of A കോംപ്ലിമെന്റ് A ബാർ എന്ന് പറയുന്നത് എന്താ 1 minus P of A ആണ്. സോ അത് ഓരോരുത്തരുടെയും കണ്ടുപിടിക്കാം. P of A bar, P of B bar, P of C bar. 1 minus കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് ചെയ്താൽ മതി. അപ്പോൾ 1 minus 0.3 ചെയ്തപ്പോൾ നമുക്ക് 0.7 കിട്ടി അല്ലെ. അതേപോലെ 1 minus 0.2 ചെയ്തപ്പോൾ 0.8 കിട്ടി. ഇനി പ്രോബബിലിറ്റി ഓഫ് 2 ഹിറ്റ്സ്, 2 ഹിറ്റ്സ് ആണ് സംഭവിക്കുന്നത്. അതൊന്നെങ്കിൽ A പിന്നെ ആൻഡ് B പിന്നെ ആൻഡ് നോട്ട് C. ക്ലിയർ ആയിരിക്കണം, ബാൻഡ് ആണ്. അപ്പൊ നമ്മൾ അതായത് 3 ഹിറ്റ്സ് എന്ന് പറയുമ്പോൾ A, B, C. അപ്പോൾ A ആൻഡ് B ചെയ്തിട്ടുണ്ടാവും, ആൻഡ് C ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെ ഒരു കേസിലാണ്. സോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് P of A into P of B into P of C കോംപ്ലിമെന്റ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓരോന്നിന്റെ കോമ്പിനേഷൻസ് എടുക്കാം. അങ്ങനെ P of A into P of B കോംപ്ലിമെന്റ് into P of C, അല്ലെങ്കിൽ ഇതേപോലെ P of A കോംപ്ലിമെന്റ് into P of B into P of C. കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. സോ ഈ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി 0.188 ആണ് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് P of B is equal to 3/5, P of A given B is equal to 1/2 and P of A union B is equal to 4/5, then P of A union B whole complement plus P of A complement union B is equal to options A 1/5, B 4/5, C 1/2, D 1. Correct answer option D ആണ് 1. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ P of B 3/5 ഉം P of A given B 1/2 and also P of A union B is 4/5. ഇത്രയും തന്നിട്ടുണ്ട്. ഇനി ഫോർമുല യൂസ് ചെയ്യുക. അതായത് P of A given B എന്ന് പറയുന്നത് എന്താ, P of A intersection B divided by P of B. ഇതിൽ നിന്ന് P of A intersection B കാണാം. കാരണം നമുക്ക് P of A given B 1/2 ആണ്, P of B എന്ന് പറയുന്നത് 3/5 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 into 3/5 that is 3/10 ആണ് P of A intersection B കിട്ടുക. നെക്സ്റ്റ് P of A union B യുടെ വേറെ ഫോർമുല നമുക്കറിയാം. P of A plus P of B minus P of A intersection B. ഇതിൽ നിന്ന് P of A കണ്ടുപിടിച്ചിട്ട് ബാക്കി എല്ലാ ടേംസും നമുക്ക് പറയാം. സോ P of A is equal to ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4/5 minus 3/5 plus 3/10 which is equal to 1/2.
നെക്സ്റ്റ് പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ടേം ആണ് അത്. ആ ടേമിനെ എങ്ങനെ നമുക്ക് ഇലാബറേറ്റ് ചെയ്യാം? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ആണ് അല്ലെ കോംപ്ലിമെന്റ്. ഇപ്പോൾ പി ഓഫ് എ കോംപ്ലിമെന്റ് എന്താ? 1 മൈനസ് പി ഓഫ് എ. അതുപോലെ പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്താ? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇതും നമുക്കറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മൈനസ് 4/5 ദാറ്റ് ഇസ് 1/5. നെക്സ്റ്റ് ടേം ആണ് പി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി. അതിനെങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ മൈനസ് ബി എന്ന് എഴുതാം അല്ലെ. ഈ പി ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, എ മൈനസ് ബി എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. നൗ ദിസ് ഇസ് അഗെയിൻ, അതായത് ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താ? പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ്. സോ ഇതുവരെ നമ്മളെല്ലാം ഈ പ്രോപ്പർട്ടീസ് ഫോമിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കെയർഫുൾ ആയി പഠിക്കുക. ദാറ്റ് ഇസ് 1 മൈനസ്, ഇനി നമുക്ക് ഈ രണ്ട് വാല്യൂസ് അറിയാം. പി ഓഫ് എ 1/2 ആണ്. പി ഓഫ് ബി കോംപ്ലിമെന്റ് എങ്ങനെയാ കാണാം? 1 മൈനസ് പി ഓഫ് ബി ചെയ്താൽ മതി. ദാറ്റ് ഇസ് 1 മൈനസ് 3/5 ദാറ്റ് ഇസ് 2/5. ഇനി 1 മൈനസ് 1/2 ഇൻറ്റു 2/5 എന്ന് പറയുന്നത് ഈ 2ഉം 2ഉം ക്യാൻസൽ ആവും. സോ 1 മൈനസ് 1/5 ദാറ്റ് ഇസ് 4/5 ആണ് ആൻസർ കിട്ടുക. ഇനി രണ്ട് ടേംസും ആഡ് ചെയ്യാം, അതായത് 4/5ഉം പിന്നെ നേരത്തെ കിട്ടിയ 1/5ഉം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5/5 ദാറ്റ് ഇസ് 1 ആണ് ആൻസർ. Last question. A die is thrown and a card is selected at random from a deck of 52 playing cards. The probability of getting an even number on the die and a spade card is. അതായത് ഒരു ഡൈയും പിന്നെ ഡെക്ക് ഓഫ് കാർഡ്സ് എന്നൊരു കാർഡും സെലക്ട് ചെയ്യുന്നുണ്ട്. ഡൈ ഒരു പ്രാവശ്യം എറിയുന്നുണ്ട്, അതേപോലെ അറ്റ് ദ സെയിം ടൈം നമ്മൾ റാൻഡം ആയിട്ട് ഒരു കാർഡ് 52 കാർഡ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ എന്ന ഡൈയിൽ കിട്ടുന്ന നമ്പർ ഈവൺ നമ്പർ ആയിരിക്കണം. പിന്നെ കാർഡ് സെലക്ട് ചെയ്യുന്നത് സ്പേഡ് കാർഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻസ് ആയിരിക്കുന്നത് എ 1/2, ബി 3/4, സി 1/8, ഡി 1/4. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1/8. ഫസ്റ്റ് ഓഫ് ഓൾ ഈവൺ എന്ന് പറയുന്ന ഇവന്റ് നമ്മൾ ത്രോയിങ് ദ ഡൈയുടെ കേസിൽ ഈവൺ നമ്പർ കിട്ടുന്ന ഇവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവന്റ് ഫോർ ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ ഓൺ ദ ഡൈ. നെക്സ്റ്റ് E2 എന്ന് പറയുന്നത് ഇവന്റ് ദാറ്റ് എ സ്പേഡ് കാർഡ് സെലക്ടഡ്. സെലക്ട് ചെയ്യുന്ന കാർഡ് സ്പേഡ് ആവാനുള്ളത് ഇവന്റ്. സോ പി ഓഫ് E1 എന്തായിരിക്കും? E1 എന്ന് പറയുന്നത് നമുക്കറിയാം ഈവൺ നമ്പർ കിട്ടാൻ. അപ്പോൾ ഒരു ഡൈസിൽ നമുക്കറിയാം 1 to 6 വരെയാണ് നമ്പേഴ്സ് ഉള്ളത്. അതിൽ ഈവൺ നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 4, 6. സോ ടോട്ടൽ 3 ആണുള്ളത് അല്ലെ. അപ്പോൾ 3 അതാണ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയുണ്ട്? 1 to 6 വരെ 6 ആണുള്ളത്. സോ 3/6 ദാറ്റ് ഇസ് 1/2. നെക്സ്റ്റ് പി ഓഫ് E2, അതായത് E2 എന്ന് പറഞ്ഞാൽ സ്പേഡ് കാർഡ് കിട്ടാനുള്ളത്. ഇപ്പോൾ 52 കാർഡ്സ് നമുക്കറിയാം 4 ഇതേപോലെ ഷേപ്സ് ഉള്ളത്, അതിലൊന്ന് സ്പേഡ്. സോ 13 into 4 ആണ് 52 അല്ലെ. അങ്ങനെ 4 സെറ്റ് ഉണ്ട്. സോ അതിലത്തെ ഒരു സെക്ഷൻ, അതായത് സ്പേഡിന്റെ എത്ര കാർഡ്സ് ഉണ്ടാവും? 13. സോ ഫേവറബിൾ ഔട്ട്കംസ് 13 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ കാർഡ്സ് 52. അപ്പോൾ 13 കാർഡ്സ് അതാണ് സ്പേഡ് ആയിട്ടുള്ളത്. 13 ഡിവൈഡ് ബൈ ടോട്ടൽ 52 ദാറ്റ് ഇസ് 1/4. ഇനി നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇത് രണ്ടും കൂടിയിട്ടാണ്, ദാറ്റ് ഇസ് പി ഓഫ് E1 ഇന്റർസെക്ഷൻ E2. അതായത് പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് E2 ദാറ്റ് ഇസ് ഈ രണ്ട് പ്രോബബിലിറ്റീസും മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ ആയല്ലോ? 1/2 ഇൻറ്റു 1/4 ദാറ്റ് ഇസ് 1/8 ആണ് ആൻസർ. താങ്ക് യു.